കഴിഞ്ഞ വർഷം തൊപ്പി വോട്ട് ചോദിച്ചത് ജിൻഡോയ്ക്ക് വേണ്ടിയായിരുന്നു. അതെങ്ങനെയാണ് ആ വോട്ട് തൊപ്പി ചോദിക്കാനുണ്ടായ കാരണം എന്നത് എനിക്കൊന്ന് അറിയാം, എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് വോട്ട് ചോദിക്കുന്നത് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഹായ് ഗൈസ്, നമസ്കാരം. എന്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഫൈനലി ഞാൻ എന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഞാൻ വന്ന് കയറി ഒരു 1.5 മണിക്കൂറായിട്ടേ ഉള്ളൂ. അപ്പൊ ഞാൻ കരുതി വേഗം ഈ ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തിട്ട് സുഖസുന്ദരമായി കടന്നുറങ്ങാം എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇപ്പൊ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്ന ഒരു തൊപ്പി അനീഷേട്ടന് വോട്ട് ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ട വീഡിയോ അത്യാവശ്യം കുറെ ആൾക്കാർ കണ്ടു, നല്ല കമന്റ്സ് ഒക്കെ വന്നു. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഇന്ന് ഞാൻ യൂട്യൂബിൽ കയറിയപ്പോഴാണ് തൊപ്പീന്റെ വോട്ട് ചോദിക്കലുമായി ബന്ധപ്പെട്ടിട്ട് അഖിൽ മാരാറിന് അങ്ങ് ഇളകിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അഖിൽ മാരാറിന്റെ വീഡിയോയും കണ്ടു, തൊപ്പിയുടെ വീഡിയോയും കണ്ടു. അപ്പൊ ഡെഫിനറ്റ്ലി അതിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എന്ന് തോന്നി. അതാണ് ഇന്നത്തെ എന്റെ വീഡിയോ. സോ ആദ്യം തന്നെ എന്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് കൂടെ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനും മറക്കണ്ട. സോ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പം ഇന്നത്തെ വീഡിയോയില് വിഷയം വളരെ ലഘുവായിട്ട് പറയുകയാണെങ്കിൽ, അനീഷിന് വേണ്ടി തൊപ്പി വോട്ട് ചോദിച്ചത് അഖിൽ മാരാറിന് ഇഷ്ടമായിട്ടില്ല. അഖിൽ മാരാറ് തൊപ്പീന്റെ മോശപ്പെടുത്തുന്ന രീതിയിൽ ഒരു വീഡിയോ ആളുടെ ചാനലിൽ ഇട്ടു. അതിൽ പറയുന്നത് വളരെ വ്യക്തമായിട്ട് തൊപ്പി ക്യാഷ് ഒക്കെ വാങ്ങിയിട്ടായിരിക്കാം ആളുടെ അനീഷിന്റെ വീഡിയോ ചെയ്തത് എന്ന നിലയിലാണ്. തൊപ്പി ഇത് കാണുന്നു, തൊപ്പി ടോപ്പിക്ക് ലൈവിൽ റിയാക്ട് ചെയ്യുന്നു, തൊപ്പി അഖിൽ മാരാറെ വിളിക്കുന്നു, സംസാരിക്കുന്നു. ഇതാണ് ഇന്നത്തെ ഒരു ഓവറോൾ വീഡിയോ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? സോ ആദ്യം തന്നെ എന്റെ പൊന്ന് അഖിൽ മാരാർ ചേട്ടാ, ഞാൻ താങ്കളുടെ വീഡിയോ കാണുന്നതാണ്. താങ്കളുടെ വീഡിയോ എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. വീഡിയോ അല്ല, താങ്കൾ സംസാരിക്കുന്ന രീതി അടിപൊളി സാഹിത്യമായ ലാംഗ്വേജിൽ കൂടെ അത് മനോഹരമായി സംസാരിക്കുന്ന പോലെ തോന്നും. താങ്കളുടെ സംസാരത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കേൾക്കുന്ന ഈ സോഷ്യൽ മീഡിയനെ കുറിച്ച് അറിയാത്ത ആൾക്കാരെയൊക്കെ സംബന്ധിച്ച് താങ്കൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പം അതിലെന്തോ ഒരു സത്യം ഉണ്ടെന്ന് തോന്നും. ലേറ്റർ ഓൺ നല്ല രീതിയിൽ കേൾക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത് വെറും കള്ളത്തരാണ് എന്നുള്ളത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് തൊപ്പി എന്തൊക്കെയാണ് ലൈവിൽ സംഭവിച്ചത് എന്നുള്ളത് നോക്കാം. കഴിഞ്ഞ വർഷം തൊപ്പി വോട്ട് ചോദിച്ചത് ജിൻഡോയ്ക്ക് വേണ്ടിയായിരുന്നു. അതെങ്ങനെയാണ് ആ വോട്ട് തൊപ്പി ചോദിക്കാനുണ്ടായ കാരണം എന്നത് എനിക്കൊന്ന് അറിയാം, എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് വോട്ട് ചോദിക്കുന്നത് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഒന്ന് തെളിയിച്ച വ്യക്തിപരമായിട്ട് അറിയുന്ന കാര്യമാണല്ലോ, വ്യക്തിപരമായിട്ട് അറിയുന്ന കാര്യമാണല്ലോ. ആ കാര്യം ഒന്ന് പറഞ്ഞാൽ മതി, ഒന്നും വേണ്ട. അടുത്തൊരു വീഡിയോ ഇട്ടിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടോ അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ ചെയ്തിട്ട് ആ വ്യക്തിപരമായിട്ട് അറിയുന്ന കാര്യം തമ്പുരാനൊന്ന് മൊഴിഞ്ഞാൽ മതി. ഇതാണ് നേരത്തെ തന്റെ വീഡിയോയിൽ പറഞ്ഞത്. അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു മാനിപ്പുലേറ്റീവ് പവർ ഉള്ള ഒരാളാണ്. പുള്ളി പറയുന്ന കാര്യങ്ങൾ ഒരു ഫസ്റ്റ് ടൈം കേൾക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു 2-3 തവണ കേൾക്കുമ്പം പുള്ളി പറഞ്ഞത് ഫുള്ള് ശരിയാണ് എന്നാണ് തോന്നുക. ലേറ്റർ ഓൺ പിന്നുള്ള ദിവസങ്ങളിലിരുന്ന് ആ വീഡിയോയും അത് റിലേറ്റ് ചെയ്തുള്ള പല വിഷയങ്ങളും വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക പുള്ളി എന്താ അടിപൊളിയായിട്ട് ഈ ഒരു കാര്യത്തെ വളച്ചൊടിച്ച രീതിയിൽ സംസാരിച്ചു. ഇലയ്ക്കും മുള്ളിനും തട്ടാത്ത രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അവരുടെ വീഡിയോ ഭയങ്കര കണ്ണിങ് ആയിരിക്കും. ഇപ്പോൾ അഖിൽ മാരാർ പറഞ്ഞ ഒരു സംഭവം എന്താന്ന് വെച്ചാൽ, കഴിഞ്ഞ തവണ അതിന് മുമ്പ് ഈ അനീഷിന് വേണ്ടി തൊപ്പി വോട്ട് ചോദിച്ചാൽ അഖിൽ മാരാറിന് എന്താ പ്രശ്നം? അഖിൽ മാരാർ 24 മണിക്കൂറും അനുമോളെ സപ്പോർട്ട് ചെയ്ത്, അനുമോളെ ഫേവർ ചെയ്ത്, അനുമോളുടെ കുടുംബത്തിന് വേണ്ടി, അനുമോളുടെ PR-ന് വേണ്ടി ഇരുന്ന് വീഡിയോ ചെയ്യുന്നുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ? അപ്പൊ അനീഷിനെ ഒരാൾ സപ്പോർട്ട് ചെയ്യുമ്പോഴേക്ക് ഈ അഖിൽ മാരാറിന് എന്തിനാണ് ഇത്രമാത്രം കുരു പൊട്ടുന്നത് എന്നുള്ളത് എനിക്ക് പേഴ്സണലി മനസ്സിലാവുന്നില്ല. അതില് ഇപ്പൊ പ്രത്യേകിച്ച് ഇവിടെ തെറ്റായിട്ടുള്ള ഒരു കാര്യമൊന്നുമില്ല. ആൻഡ് ഇവിടെ അഖിൽ മാരാർ ചോദിക്കുന്നത്, തൊപ്പി ബിഗ് ബോസ് കാണുന്ന ഒരാളാണോ? ഞാൻ എന്ന് പറയുന്ന ബിഗ് ബോസ് വീഡിയോ റിയാക്ട് ചെയ്യുന്ന ആളാണ്. ഞാൻ 24 മണിക്കൂറും ബിഗ് ബോസ് ഇരുന്ന് കാണുന്ന ആളൊന്നുമല്ല. അപ്പം ഈ ബിഗ് ബോസ് ഹൗസ് ഷോ 24 മണിക്കൂറും കാണുന്ന അല്ലെങ്കിൽ ഷോ കാണുന്ന വ്യക്തിക്ക് മാത്രമേ അനീഷിനെ സപ്പോർട്ട് ചെയ്യാവൂന്നുണ്ടോ? പുള്ളിന്റെ ചാനല്, പുള്ളിന്റെ സ്ട്രീമില് പുള്ളിക്ക് ഇഷ്ടമുള്ള ആൾക്കാരോട് പുള്ളി വോട്ട് ചോദിക്കുന്നതിന് വോട്ട് ഈസ് യുവർ പ്രോബ്ലം. എന്തിനാ എത്ര ബുദ്ധിമുട്ടാൻ കാരണം തൊപ്പീന്റെ ഫാൻ പവർ നന്നായിട്ട് അറിയാം. തൊപ്പിയുടെ ഫാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊപ്പിക്ക് വേണ്ടി മരിച്ചു നിൽക്കുന്ന ആൾക്കാരാ. ഈവൻ തൊപ്പിയുടെ ഒരു 2-3-4-5 ലൈവിലൊക്കെ ഞാൻ കയറി കണ്ടിട്ടുണ്ട്. തൊപ്പി എന്തേലും ഒന്ന് പറഞ്ഞാൽ അതിന്റെ പുറകെ പോവുക. വലിയ ഹ്യൂജ് എമൗണ്ട് ഒക്കെയാണ് തൊപ്പിക്ക് സൂപ്പർ ചാറ്റ് ചെയ്യുന്നത്.
അപ്പൊ തൊപ്പി ഡെഫിനറ്റ്ലി ബിഗ് ബോസ് ഹൗസിൽ വന്ന് അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ അനീഷിനെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരു മാസീവ് സപ്പോർട്ട് അനീഷിന് പോയിട്ടുണ്ടെങ്കിൽ അനുമോൾ ഓട്ടോമാറ്റിക്കലി ഡീഗ്രേഡ് ആയി പോകും എന്ന് തോന്നുന്നത് കൊണ്ടല്ലേ താങ്കൾ ഈ കളി കളിക്കുന്നത്? എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കാം. ആൻഡ് ഇവിടെ അഖിൽമാരാട് പറയുന്നത് കഴിഞ്ഞ തവണ തൊപ്പി ജിൻഡോന് വേണ്ടി വോട്ട് ചോദിച്ചിരുന്നു. അതെന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. വളരെ ഓപ്പൺ ആയിട്ട് ലൈവിൽ വന്ന് വളരെ മാന്യതയോടുകൂടി ചലഞ്ച് ചെയ്യാണ്. എന്തിനാ ഞാൻ ചോദിച്ചത് എന്നുള്ളതൊന്ന് പറ, അല്ലെ ഒരു സ്റ്റോറി ഇട്, അല്ലെ ഒരു പോസ്റ്റ് ഇട്, അല്ലെ ഒന്ന് തെളിയിക്കാൻ. കാരണം വെറുതെ ഒരു അലിഗേഷൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പുള്ളി പറയുന്നത് എന്താന്ന് വെച്ചാൽ തൊപ്പി ജിൻഡോയുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിയിട്ടാണ് ഈ പരിപാടി ചെയ്തത് എന്നൊക്കെയാണ്. എന്തായാലും കേൾക്കാം. അറിഞ്ഞും കൊണ്ട് തന്നെ നീ വള്ളി പിടിക്കുന്നത്. കാരണം ഇയാൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ നല്ല ബെസ്റ്റാന്ന് എനിക്കറിയാം. കാരണം ഇത്രയും കാലം ഇയാളെ വീഡിയോ കണ്ടിട്ട് ഞാനും വിശ്വസിച്ചതാ. ഇയാൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അത്രയും കൺവിൻസിംഗ് ആയിട്ട് ഇയാൾ സംസാരിക്കുക, ഭയങ്കര ആധികാരികമായിട്ടും കൺവിൻസിംഗ് ആയിട്ട് ഇയാൾ സംസാരിക്കുക. അങ്ങനെ നമ്മളെല്ലാം മാനിപ്പുലേറ്റ് ചെയ്തത് ഇത്രയും കാലം. ഇന്ന് എന്നെ കുറിച്ച് കളവ് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഇയാളൊരു ഫ്രോഡാണെന്നും ഇയാൾ പറയുന്നത് കള്ളാണെന്നും കറക്റ്റ് പ്രോപ്പർ ലയർ ആണ് ഇയാളെന്ന്. അഖിൽമാരാർ, യു ആർ എ ലയർ. ഇത് ഞാൻ ജിൻഡോന്റെ PR ചെയ്തെന്ന് പറഞ്ഞത് വളരെ കോൺഫിഡന്റ് ആയിട്ട് ലൈവ് ഓപ്പൺ ചെയ്തുകൊണ്ട് അഖിൽമാരാറെ ഈ തൊപ്പി വിളിക്കുന്നുണ്ടെങ്കിൽ തൊപ്പി വിഷയത്തിൽ അത്രത്തോളം കോൺഫിഡന്റ് ആയതുകൊണ്ടാണ്. എല്ലാത്തിന്റെ സത്യവും നീതിയും പ്രസംഗവും നടത്തുന്ന അഖിൽമാരാറിന് ഇവിടെ ചെറുതായിട്ട് പാളിപ്പോയി എന്നാണ് തോന്നുന്നത്. എന്നാലും കോൺവെർസേഷൻ ചോദിച്ചത് കഴിഞ്ഞ പോലെ ഞാൻ വിൻഡോന്റെ വോട്ട് ചോദിച്ചതിന് എന്തോ വ്യക്തിപരമായിട്ട് എന്തോ അറിവ് കിട്ടിയെന്ന് പറഞ്ഞു. വ്യക്തിപരമായ എന്തോ അറിവ് കിട്ടിയെന്ന് പറഞ്ഞു. ആ അറിവ് എന്താണെന്നൊന്ന് പറയാൻ പറ്റുമോ? ജിൻഡോയ്ക്ക് വേണ്ടിട്ട് വോട്ട് ചോദിച്ചത് അവന്മാരോട് പറഞ്ഞത് നിന്നെ കൊണ്ട് ചെയ്യിച്ചാന്ന് പറഞ്ഞു. അങ്ങനെയാണോ പറഞ്ഞത്? പൈസ വാങ്ങിയിട്ട് എഴുതുന്നല്ലേ മാരാറ് നിങ്ങൾ പറഞ്ഞത്? അതിനൊരു എക്സ്പ്ലനേഷൻ വേണം. പൈസ വാങ്ങിട്ടെന്ന് പറഞ്ഞാൽ നീ അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചെന്ന് അവരുടെ PR ടീമാ പറഞ്ഞത്. ആര് പറഞ്ഞു? PR ടീമിൽ ഒരാളെ പേര് പറയൂ. വിനുവിനെ എനിക്ക് അറിയാലോ. വിനുവിനെ ഒന്ന് കോളിൽ ആഡ് ചെയ്ത്. വിനു ആദ്യം തന്നെ ഈ അഖിൽമാരാറിനെ പോലെ വലിയ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാള് ഈ വിനു പറയുന്നതിന്റെ ബേസിസിൽ എങ്ങനെയാ ചെയ്യുക? വിനു എന്ന് പറയുന്ന അനുമോളുടെ PR ആണ്. അവിടെ കിടക്കട്ടെ, അതിനി കാണാൻ പോകുന്ന പൂരം ഞാൻ പറഞ്ഞറിയിക്കുന്നില്ല. അപ്പൊ വിനു അനുമോളുടെ PR ആണ്. അപ്പം വിനുവിന് ഇപ്പൊ ടെൻഷൻ ഉണ്ടാവും. കാരണം തൊപ്പി ഇറങ്ങിയിട്ടുണ്ട്, അനീഷ് ജയിക്കോ എന്നൊരു പേടിയുണ്ടാവും. അപ്പൊ ഓട്ടോമാറ്റിക്കലി വിനു എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനത്തെ കള്ളത്തരങ്ങൾ എടുത്ത് പറയാം. അത് വിശ്വസിച്ചുകൊണ്ട് അത് കേട്ടുകൊണ്ട് എന്ത് ബേസിസിലാണ് അഖിൽമാരാർ ഇത് ഇവിടെ വന്ന് പറഞ്ഞേ എന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അഖിൽമാരാർക്ക് അറിയുന്നതോ അഖിൽമാരാർ കേട്ടതോ അഖിൽമാരുടെ കണ്ണിൽ കണ്ടതോ ഒരു സാധനമല്ല. വിനു പറഞ്ഞതിനനുസരിച്ചാണ് പറഞ്ഞതെന്ന്. വിനു എന്തിനു വേണ്ടിയിട്ടാണ് ഗോൾ ഇടുന്നതെന്ന് അറിയാം. ലാസ്റ്റ് എന്താ സംഭവിക്കുക എന്നുള്ളതും നമുക്കറിയാം. വിനു ഒന്ന് ഒരു മിനിറ്റ്. എന്താ വിനു നിങ്ങളോട് പറഞ്ഞു ഞാൻ പൈസ വാങ്ങിയെന്ന്? ജിൻഡോന്റെ PR ചെയ്യാൻ വേണ്ടി ഞാൻ പൈസ വാങ്ങിയെന്ന് വിനു പറഞ്ഞു. ആവശ്യമില്ലാത്ത കാര്യമല്ല നിങ്ങൾ പറഞ്ഞത്. ഞാൻ ബിഗ് ബോസ് കാണാറുണ്ടോ? നീ നോക്കേണ്ട കാര്യമില്ലല്ലോടാ. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയടാ. നീ ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പൈസ വാങ്ങിയെന്ന് പറഞ്ഞത്? വിനു എന്താടാ എന്ത് ഇവിടെ തൊപ്പി എന്ന് പറയുന്ന വ്യക്തി അഖിൽമാരാറിനെ നീ എന്ന് പറഞ്ഞ് സംബോധന ചെയ്തത് അഖിൽമാരാറിന് ഡൈജസ്റ്റ് ആയില്ല. അതുകൊണ്ടാണ് അഖിൽമാരാർ ഇവിടെ ഒരു ചോദ്യം ചോദിക്കുന്നത്, നീ നിന്റെ ഫാദറിനെയാണോ വിളിച്ചതെന്ന്. എടാ ചോദിച്ചോളൂ. നീ എടാ പോടാ എന്ന് പറയുന്ന വേർഡ്സ് എല്ലാവർക്കും ഡൈജസ്റ്റ് ആവണമെന്നില്ല. കാരണം അഖിൽമാരാറിനെ പോലെ വളരെ ഡിസേർവിംഗ് ആയ ഒരു ബിഗ് ബോസ് ടൈറ്റിൽ വിന്നറിന് ചിലപ്പോൾ ഇത് ഇങ്ങനെ ആവണമെന്നുണ്ടാവും. ഓക്കെ ഫൈൻ, ഐ റെസ്പെക്ട്. പക്ഷെ അഖിൽമാരാർ ഇപ്പൊ തൊപ്പീനെയും നീന്നാ വിളിച്ചേ. അപ്പൊ അത് എന്ത് സ്വഭാവമാണ്? അഖിൽമാരാറെ വിളിക്കുമ്പം അഖിൽമാരാറിന് എന്തും വിളിക്കാന്നോ? എനിക്കറിയില്ല. ആൻഡ് ഈ ചോദ്യമാണ് ഞാൻ പറഞ്ഞത്. നീ ബിഗ് ബോസ് കാണുന്നുണ്ടോ? പുള്ളിക്ക് വോട്ട് പുള്ളിന്റെ പേജിൽ കൂടെ ചോദിക്കുന്നതിന് ഈ ബിഗ് ബോസ് കാണുന്നുണ്ടോ എന്നുള്ള സർട്ടിഫിക്കറ്റ് ചെയ്യേണ്ട ആവശ്യം എന്താ? അത് പുള്ളിന്റെ വ്യക്തിഗതമായ താല്പര്യമാണ്. ആരെ സപ്പോർട്ട് ചെയ്യണം, ആരെ പറയണം, എന്താക്കണം. അതിന് വൈ ഡു യു അഖിൽമാരാർ ഇത് ചോദിക്കുന്നേ? ഈ പറയുന്ന അഖിൽമാരാർ ഈ ബിഗ് ബോസിന് 100 എപ്പിസോഡ് കണ്ടോയിരുന്നു? അനുമോള് ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും കണ്ടോ? അനുമോളുടെ PR ആയി സംസാരിച്ചോ? സംസാരിച്ചു. പിന്നെ എന്തുവാടേ, കുറച്ച് സ്റ്റാൻഡേർഡ് ഉണ്ട്. ഞാൻ പേഴ്സണലി വിശ്വസിച്ച ഒരു ബ്ലോഗറായിരുന്നു. ഞാൻ എന്നെ കുറിച്ച് ഇല്ലാത്ത പറഞ്ഞതിന്റെ തെളിവ് ചോദിക്കാനാടാ വിളിച്ചത്. ഞാൻ പനിയായിട്ട് നീ വീഡിയോ ഇട്ടല്ലോ. അനുമോൾക്കുള്ള PR നല്ല വൃത്തിയായിട്ട് ചെയ്തല്ലോ. പനിയാണെങ്കിൽ അത് ചെയ്യാം. ഞാൻ വീഡിയോ കോൾ ചെയ്യുമ്പോൾ എടുക്കാൻ പറ്റില്ല. എന്റെ ലൈവ് ആയതുകൊണ്ട് എടുക്കാൻ പറ്റില്ല എന്നാണോ?
ഞാൻ 72 ഒരു 100 ദിവസം ലൈവ് ചെയ്യുന്നവനല്ലേ, എനിക്ക് നിന്റെ ലൈവിനകത്ത് എനിക്ക് ഉണ്ടാക്കിയ അല്ല. നീ എന്താ പിന്നെ ഇത് അനുമോളെ വീഡിയോ ചെയ്യാൻ വേണ്ടി ഫേസ് കാണിക്കാൻ പറ്റുന്ന നിനക്ക് എന്റെ ലൈവിൽ എന്തുകൊണ്ട് ഫേസ് കാണിക്കാൻ പറ്റില്ല? ഞാൻ കിടക്കുവാണെന്ന് ഞാൻ മണി നീ കിടക്കുകയോ ഇരിക്കുകയോ നീ എന്തേലും ചെയ്. നീ ഇതിനുള്ള ഒരു തെളിവ് തന്നിട്ട് പോയാ മതി. ആ, ജിൻഡോടെ PR ചെയ്തവനാണ് പറഞ്ഞത്. നീ അവന്റെ ഓൻ പറഞ്ഞതാണോ നിന്റെ തെളിവ്? ഈ വിനു ആരാ? വിനു ചിലപ്പോ നിന്റെ ഫ്രണ്ട് ആയിരിക്കും. ഈ വിനു ആരാ? വിനു പറയുന്നതാണോ തെളിവ് നിന്റെ? ജിൻഡോടെ നീ ബിഗ് ബോസ് കണ്ടിട്ടാണോ അരീഷ് നോട്ട് പിടിക്കുന്നത്? അതോ അവരുടെ പൈസ മേടിച്ചിട്ടോ? പൈസ മേടിക്കുന്നത് നീ കണ്ടോ? ആണോ അല്ലയോ? എടാ, പൈസ മേടിക്കുന്ന നീ കണ്ടോ? നിന്റെ തെളിവുണ്ടോടാ? തെളിവുണ്ടോ? നീ തെളിവ് വിടറാ. നീ ബിഗ് ബോസിൽ അനീഷിന്റെ ഒരു നല്ല ഗെയിം മൂവ്മെന്റ് പറഞ്ഞിട്ടൊന്ന് ഓട്ടി ചോദിക്കും. എങ്ങനെ ഗെയിം മൊമെന്റോ? ബിഗ് ബോസിൽ അനീഷ് ചെയ്തൊരു നല്ല 4 ഗെയിമിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഓട്ടി ചോദിച്ചു. ഈ അഖിൽമാരാർ എന്ന് പറയുന്ന വ്യക്തി വീണെടുത്ത് കിടന്ന് ഉരുളുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പുള്ളിക്ക് നല്ല രീതിയിൽ മനസ്സിലായി ഈ ഒരു സാധനം പറയണ്ടായിരുന്നു എന്ന്. പുള്ളീന്റെ ചാനലിൽ കൂടെ വന്ന് ഈ തൊപ്പി എന്ന് പറയുന്ന വ്യക്തി വോട്ട് ചോദിക്കുന്നത് ഇതിന്റെ ബേസിസിലാണ് എന്ന രീതിയിലൊക്കെയാണ് ഇപ്പോൾ ഇവിടെ കയറി പറഞ്ഞിട്ടുള്ളത്. അത് പറയാനുള്ളത് അതുവഴി അനീഷിന് കിട്ടുന്ന വോട്ട് അങ്ങ് ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇവിടെ അനുവിന് വേണ്ടി അഖിൽമാരാർ ചെയ്യുന്ന എന്താ എനിക്കത് മനസ്സിലാകത്ത്. ഇവിടെ ഡബിൾ സ്റ്റാൻഡാണ് നിങ്ങൾ എല്ലാവരും കാണിക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആണെന്നും ബാക്കിയുള്ളവർ ചെയ്യുമ്പോൾ അത് തെറ്റാണെന്നും. വെറുതെ ഒരാളെ പറ്റി ഇല്ലാത്തൊരു അലിഗേഷൻ വിളിച്ചു പറയുക അവൻ പൈസ വാങ്ങിയിട്ടാണ് അവനത് ചെയ്തതെന്ന്. എന്നാൽ പൈസ വാങ്ങിയ തെളിവുണ്ടോ ചോദിച്ചാൽ തെളിവുമില്ല. അപ്പം എന്ത് വിശ്വാസമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെപ്പോലെയുള്ള നിങ്ങളുടെ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ വേർഡ്സിലും ഡയലോഗിലും സ്റ്റേറ്റ്മെന്റിലും ഉണ്ടാവേണ്ടത്? ഞാൻ ഒരു വളരെ ക്വാളിറ്റി ഉള്ള ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടാണ് ഓഫ്കോഴ്സ് ഞാൻ ഈ പെർട്ടിക്കുലർ അഖിൽമാരാറിനെ കണ്ടത്, സീരിയസ്ലി. ബട്ട് ഇത് എനിക്ക് ഭയങ്കര ഐ ഫെൽ മൈസെൽഫ് സോ പിറ്റി. ആൻഡ് വിനു പറയുന്നത് കേട്ടു. വിനു ആരാ? അനുവിന്റെ PR വിനു അനുവിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനാ. അപ്പൊ അനുവും അനീഷുമാണ് ഇപ്പൊ കോമ്പറ്റീഷനിൽ നിൽക്കുന്നത്. അത് അനീഷ് ഇപ്പൊ താഴ്ന്നു നിൽക്കുന്നതുകൊണ്ട് അനു എന്തായാലും കയറും. അപ്പൊ അനീഷ് കയറാൻ ശ്രമിക്കുന്ന ഒരു സ്പേസ് തൊപ്പി ഉണ്ടാക്കുമ്പോൾ അത് ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി വിനുവിന് കള്ളത്തരം പറഞ്ഞുകൂടെ, അല്ലെ ഉണ്ടാക്കി പറഞ്ഞുകൂടെ, അല്ലെ താൻ പറയാൻ പോകുന്നൊരു സ്റ്റേറ്റ്മെന്റ് എത്രത്തോളം മോശമാണ് എന്നുള്ള ഇത്ര കൊല്ലം സോഷ്യൽ മീഡിയയിൽ നിന്ന് അഖിൽമാരാണ് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ യു ആർ സീറോ ഇൻ ദ സോഷ്യൽ മീഡിയ, സീറോ. ഇതുകൊണ്ട് താങ്കളാണ് നാണം കെട്ടത്. ഇവിടെ ഈ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്ന ആരും അഖിൽമാരാർ എന്ന് പറയുന്ന വ്യക്തിനെ പേഴ്സണലി സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ വിഷയത്തിൽ സംസാരിക്കാൻ സാധിക്കില്ല. എന്റെ ആവശ്യം എന്നാ അനുമോളിന് നീ PR ചെയ്യുന്ന പോലെ എനിക്ക് PR ചെയ്യേണ്ട കാര്യമില്ല അഖിലെ. ഒന്നാമത്തെ കാര്യം, ഞാൻ ബിഗ് ബോസ് 100 ദിവസം അല്ലല്ല ഞാൻ പറയുന്ന കേക്ക്. ഞാൻ പറയുന്ന അങ്ങോട്ട് കേക്കടാ. ഞാൻ അങ്ങോട്ട് കേക്കടാ. വാപ്പ നിന്റെ തന്തേനാണ് ഞാൻ വിളിച്ചത്. നീ എന്താ വാപ്പാക്കെല്ലാം പറയുന്നത്? നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചില്ലല്ലോ. അഖിലെ, നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചോ? എന്ത് സ്റ്റാൻഡേർഡാണ് നിനക്കുള്ളത്? നീ വലിയ ആധികാരികമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. ഒരാളെ വിളിച്ചിട്ട് മാന്യമായിട്ട് സംസാരിക്കുമ്പോ അയാളെ തന്തക്ക് വിളിക്കലാന്നോടാ നിന്റെ മാന്യത? ഇതാണോടാ നിന്റെ സ്റ്റാൻഡേർഡ്? തോക്കുമ്പോ തന്തക്ക് വിളിക്കലാണോ നിന്റെ സ്റ്റാൻഡേർഡ്? നീ വലിയ ഇത് തൊപ്പിയുടെ ഒരു റിഫ്ലക്ഷൻ ആണ് തൊപ്പി കാണിക്കുന്നത്. കാരണം ഉള്ള ഒരു അലിഗേഷൻ വന്നപ്പോൾ തൊപ്പി ഓട്ടോമാറ്റിക്കലി ഇറിറ്റേറ്റഡ് ആയി, ഡിസ്റ്റർബ്ഡ് ആയി. പിന്നെ അവരുടെ കോൺവെർസേഷനാണ്. ഈ കോൺവെർസേഷൻ മുന്നോട്ടുള്ളത് കേൾക്കാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ഈ വീഡിയോയിൽ ഇത്രയേ കാര്യം പറയാനുള്ളൂ. ബിഗ് ബോസിൽ ഒരു വ്യക്തിയോട് വോട്ട് ചോദിക്കണോ എന്നുള്ളത് വ്യക്തിഗതമായിട്ടുള്ള താല്പര്യമാണ്. അതിൽ ബിഗ് ബോസ് ഷോ മുഴുവൻ കണ്ടാൽ മാത്രമേ ചോദിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞ അഖിൽമാരാരുടെ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. സെക്കൻഡ് തിങ്, എന്തെങ്കിലുമൊക്കെ പറയുന്നതിന് മുമ്പ് കുറച്ച് ക്ലാരിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഒരു വ്യക്തി പൈസ വാങ്ങി പരിപാടി ചെയ്തു എന്ന് പറയുന്ന ഒരു അലിഗേഷൻ ഉണ്ടാക്കുമ്പോൾ അതിനൊരു കൺഫർമേഷൻ ഉണ്ടാവണം. പിന്നെ വിനു എന്ന് പറയുന്ന വ്യക്തി അനുവിന് വേണ്ടി നടക്കുന്നവൻ അനീഷിനെ ഡീഗ്രേഡ് ചെയ്യാനേ ശ്രമിക്കൂ എന്നും കൂടെ ഒന്ന് മനസ്സിലാക്കാം. ആൻഡ് അഖിൽമാരാറിന് PR ചെയ്യാൻ പറ്റുവാണെങ്കിൽ തൊപ്പിക്കും PR ചെയ്യാൻ പറ്റും. ഓക്കെ, അത്രയേ ഉള്ളൂ ഗൈസ്. നല്ല അടിപൊളി തലവേദനയുണ്ട്. സോ ഞാൻ പോട്ടെ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ.